السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഇന്ന് നമുക്ക് നോക്കാനുള്ള പാഠം നസ്ബുൽ ഫെയിൽ മുലാരി, അതുപോലെ തന്നെ ജസ്മുൽ ഫെയിൽ മുലാരി, റഫുൽ ഫെയിൽ മുലാരി, ഈ മൂന്ന് പാഠങ്ങൾ നമ്മളൊന്ന് റിവിഷൻ ചെയ്തു പോവുകയാണ്. അപ്പോൾ നസ്ബുൽ ഫെയിൽ മുലാരി എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഖായിദ പഠിച്ചല്ലോ, മുമ്പ് പഠിച്ചിരുന്നത് എന്തായിരുന്നു? യുൻസബുൽ ഫെയിലുൽ മുലാരിയോ, മുലാരിയായ ഫെയിലിന് നസ്ബ് ചെയ്യപ്പെടും. മതാ സബഖഹു അഹദുൻ നവാസിബിൽ അർബാത്തി, നാല് നസ്ബ് ചെയ്യുന്ന ഹർഫുകൾപ്പെട്ട ഒന്ന് മുൻകടന്നാൽ. അപ്പോൾ ഖായിദ എങ്ങനെ തന്നെയാണ് കാണാതെ പഠിക്കട്ടെ, ആശയം മനസ്സിലാക്കിയിട്ട്. അന്നേൽ അന്നെ ഇതൻ കൈ, ഇവകളിൽ ഒരു ഹർഫ് മുൻകടന്നാൽ മുലാരിയായ ഫെയില് നസ്ബ് ചെയ്യപ്പെടും. ഓക്കെ, ഉദാഹരണങ്ങൾ നോക്കുക. ഉരീദു അൻഹുസിന സിബാഹത്ത, അല്ലേ? ഇവിടെ ശരിക്കും ഒഹ്സിനു എന്നാണ് മുലാരി ഉണ്ടായത്. അതിനു മുമ്പിൽ എന്ത് വന്നു? അന്ന് എന്നതുകൊണ്ട് ഒഹ്സിന എന്ന് പറഞ്ഞു. ഫീലു മുലാരിയാണ്, മൻസൂബായി മാറി. അതുപോലെ അടുത്തത് എന്താ? അർജു അൻ യഅ്തദിലൽ ജവ്വു, അർജു അൻ യഅ്തദില, ശരിക്കും യഅ്തദിലു എന്നാണ് ഫീലു മുലാരി മർഫു. അപ്പോൾ ആ മർഫു ആയ ഫീലു മുലാരിന് മുമ്പിൽ എന്ത് വന്നു? അന്ന് വന്നപ്പോൾ അൻ യഅ്തദില എന്നായി മാറി. അതുപോലെ തന്നെ അടുത്തത് യസുറുനി അൻ തസൂറന, അവിടെ തസൂറ ന ഉണ്ടല്ലോ, തസൂറു എന്നായിരുന്നു. ഓക്കെ, തസൂറു ന, നീ ഞങ്ങളെ സന്ദർശിക്കുന്നു എന്നായിരുന്നു. പക്ഷെ ഇവിടെ അന്ന് എന്ന സംഭവം ഹർഫ് ഫീല് മുലാരിക്ക് മുമ്പിൽ വന്നപ്പോൾ എന്ത് ചെയ്തു? മുലാരിയായ ഫീല് മർഫു എന്നുള്ളത് മൻസൂബായി മാറി. അതുപോലെ അടുത്തത്, അപ്പോൾ അന്ന് പറഞ്ഞു. ഇനി ലന്ന് വന്നാൽ ശരിക്കും അക്ദിബു, അതുപോലെ യഫൂസു, അളിരിബു എന്നൊക്കെ ആയിരുന്നു. ഇതിന് മുമ്പിലൊക്കെ ലന്ന് വന്നപ്പോൾ അതെന്തായി? ലൻ അക്ദിബ, ലൻ യഫൂസ, ലൻ അളിരിബ എന്നായി മാറി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കയ്യും ഇതനും. കൈ നോക്കുക. ജീത്തു കൈ അതഅല്ലമ, കൈ അതനസ്സഹ, കൈ അഖ്ദുമ. ഇവിടെയൊക്കെ എന്താണ്? കൈ എന്നത് ഫീൽ മുലാരിയുടെ മുമ്പിൽ വന്നപ്പോൾ എന്തായി മാറി? അതഅല്ലമു എന്നുള്ളത് അതഅല്ലമ എന്നായി. അതനസ്സഹു എന്നുള്ളത് അതനസ്സഹ എന്നായി. അഖ്ദുമു എന്നുള്ളത് അഖ്ദുമ എന്നായി മാറി. അതുപോലെ തന്നെ ഇതന് ഫീൽ മുലാരിൻ്റെ മുമ്പിൽ വന്നാലോ? തുഖീമു എന്നുള്ളത് തുഖീമ എന്നാവും. ഇതൻ തെർബഹു എന്നുള്ളത് തെർബഹ എന്നായി. യഫ്സുദു എന്നുള്ളത് ഇതൻ യഫ്സുദ എന്നായി. പിന്നെ ഇതൻ എന്നുള്ളത് തുജീബ് ബിദാലിക മൻ ഖാല, ഒരാൾ പറഞ്ഞതിന് മറുപടി ആയിട്ടാണ് ഇങ്ങനൊരു വാക്കുണ്ടാവുക എന്നർത്ഥം. സഅസൂർ മദീനത്തുക, ഞാൻ നിങ്ങളുടെ പട്ടണം സന്ദർശിക്കുമെന്ന് പറഞ്ഞാൽ അവനോട് പറയാൻ ഇതൻ തുഖീമ ഇന്ധന, അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് താമസിക്കും. അങ്ങനെ ഒരാൾ പറയുന്നതിനേക്ക് മറുപടി ആയിട്ടൊക്കെയാണ് ഇതിന് ഉപയോഗിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, ഫീലു മുലാരി മൻസൂബ്, ഈ ഹർഫുകളൊക്കെ മുൻകടന്നാൽ എന്തായി മാറും? ഫീലു മുലാരി മൻസൂബാണ് ആവുക. ഫീലു മുലാരി പിന്നെ മർഫു ഉണ്ടാവുകയില്ല. ഇത്രേ ഉള്ളൂ. അന്നിൽ അന്നെ ഇതൻ കൈ, ഇവകളിൽ ഈ നാല് ഹർഫുകൾ പെട്ട ഒന്ന് ഫീലു മുലാരിന് മുമ്പിൽ വന്നാൽ പിന്നെ ഫീലു മുലാരി മൻസൂബായി മാറും. ഓക്കെ, അത്. പിന്നെ നമുക്ക് പറയാനുള്ളത് അടുത്ത പാഠം ഏതാ? ഫീലു ജസ്മാണ്, ജസ്മുൽ ഫീലു മുലാരി. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഇറാബുകളൊന്ന് നോക്കുക. ഉരീദ് എന്നുള്ളത് ഫീലു മുലാരി അല്ലേ, സാധാരണ ഫീലു മുലാരി. അന്ന് എന്നുള്ളത് ഹർഫു നസ്ബിൻ്റെ ഹർഫ്. യഹ്ലുറ എന്നുള്ളത് ഫീലു മുലാരി മൻസൂബ്, ഫീലു മുലാരി മർഫു അല്ല, ഫീലു മുലാരി മൻസൂബ്. അൽ ഖാദിമു എന്നുള്ളത് ഫായില് മർഫു. അതൊക്കെ മനസ്സിലായല്ലേ? അതുപോലെ തന്നെ അടുത്തത് ലൻ യുഅദിബ മുഹമ്മദുൻ അൽ ഹയവാന. ലൻ ഹർഫ് നസ്ബ്, യുഅദിബ ഫീലു മുലാരി മൻസൂബ്, മുഹമ്മദ് എന്നുള്ളത് ഫായില് മർഫു, ഹയവാൻ മഫൂൽ ബിഹി മൻസൂബ്. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പാഠം ജസ്മുൽ ഫീൽ മുലാരിയാണ്. ജസ്മുൽ ഫീൽ മുലാരി, മുലാരിയായ ഫീലിനിക്ക് ജസ്മ് കൊടുക്കുക, അഥവാ സുക്കൂൻ കൊടുക്കുക എന്നർത്ഥം. നസ്ബ് ആകുമ്പോൾ ഫതഹ് കൊടുക്കും, ജസ്മ് ആകുമ്പോൾ സുക്കൂനും കൊടുക്കും. അപ്പോൾ അതിൻ്റെ നിയമം എന്തായിരുന്നു? യുജ്സമുൽ ഫീൽ മുലാരിയോ ഇദാ സബഖഹു ഹർഫുൻ ജാസിമുൻ കൽ ഹുറൂഫിൽ ആതിയ വഹിയ ലൻ നാഹിയ ഇന്ന്
നെഹിൻ്റെ ലാമ് അതുപോലെ ലമ്മ് എന്നിവ വന്നാൽ ഫീലു മുലാരിയുടെ മുമ്പിൽ വന്നാൽ എന്ത് ചെയ്യും? ജസ്മ് ചെയ്യുന്ന ഈ അർഫുകൾ പെട്ടെന്ന് വന്നാൽ ഫീലു മുലാരി ജസ്മ് ചെയ്യപ്പെടും. ഫീലു മുലാരി മർഫു എന്നുള്ളത് ഫീലു മുലാരി മജ്സൂം എന്നായിട്ട് അവസാനത്തിന് സുക്കൂനായിട്ട് മാറും. ഓക്കെ അല്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ? ലമ്മ് ലന്നാഹിയ. ലമ്മ് ലന്നാഹി ഈ രണ്ട് സംഭവങ്ങൾ തജ്സമാനി ഫഇലൻ തജ്സിമാനി ഫഇലൻ മുലാരിയൻ വാഹിദ. ഒരു ഫീലു മുലാരിക്ക് ജസ്മ് ചെയ്യും. ഒരു ഫീലു മുലാരിക്ക് ജസ്മ് ചെയ്യും. ഒരു ഫീലു മുലാരിക്ക് ജസ്മ് ചെയ്യും. അതുപോലെ തന്നെ അടുത്തതോ വൽ ഹർഫുൽ അവ്വലു. അല്ല ഹർഫുൽ അവ്വൽ പറഞ്ഞാൽ ലമ്മ്. ലമ്മ് എന്നുള്ള ഹർഫ് യം ഫി ഹുസൂലൽ ഫഇലി ഫിൽ മാലി. കഴിഞ്ഞു പോയ കാലത്ത് മാലിയിൽ ആ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണ്. എൻഫി പറഞ്ഞാൽ അത് നിഷേധിക്കുകയാണ്. ഹുസൂലൽ ഫീലി പ്രവർത്തനം ഉണ്ടായതിനെ ഫിൽ മാലി. കഴിഞ്ഞ കാലത്ത് ആ പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് പറയാനാണ് ലമ്മ് ഉപയോഗിക്കുക. രണ്ടാമത്തോ ലൻ നാഹിയ എന്നുള്ളതോ എൻഹ അൻ അമലിൽ ഫീലി ആ പ്രവർത്തനം ഉണ്ടാവരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ലൻ നാഹിയ ഉപയോഗിക്കുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കായികകളൊക്കെ അങ്ങനെ തന്നെ പഠിക്കട്ടോ. ലമ്മ് എന്നുള്ളത് എൻഫി ഹുസൂല ഫിൽ മാലി, ല എന്നുള്ളത് എൻഹ അൻ അമൽ ഫിൽ ഫീലി. ഓക്കെ. പിന്നെ ഇന്ന് എന്നുള്ളത് നമ്മൾ പറഞ്ഞു ലമ്മ് ല ഇവകൾ എന്ത് ചെയ്യുള്ളൂ? ഒരു ഫീൽ മുതാരിക്കേ ജസ്മ് ചെയ്യുള്ളൂ. എന്നാൽ ഇന്നോ രണ്ട് ഫീലുകൾക്ക് ജസ്മ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇന്നിനോട് മനസ്സിലാക്കേണ്ട വിഷയം ഒന്നാമത്തെ ഫെയില് രണ്ടാമത്തെ ഫീൽ ഉണ്ടാവാനുള്ള ഷർത്താണ്. അന്ന ഹുസൂലുൽ ഫീൽ അവലി ഒന്നാമത്തെ ഫീൽ ഉണ്ടാവുക എന്നുള്ള ഷർത്തുൻ അത് ഷർത്താണ്, നിബന്ധനയാണ്. ഫി ഹുസൂലുൽ ഫീൽ താനി രണ്ടാമത്തെ ഫീൽ ഉണ്ടാവുന്നതിൽ. ഓക്കെ. അപ്പോൾ ജസ്മി എന്ന് പറഞ്ഞാൽ ഇന്ന് ലമ്മ് ലന്നാഹിയ ഇവകളിൽ പെട്ട ഏതെങ്കിലും ഒന്ന് ഫീൽ മുലാരിയുടെ മുമ്പിൽ വരിക എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഫീൽ മുലാരി മജ്സൂമായിട്ട് മാറും. നമ്മൾ ഉദാഹരണത്തിൽ പറഞ്ഞ പോലെ ലം യഹ്ഫൽ മുഹമ്മദുൻ ദർസഹു. യഹ്ഫലു മുഹമ്മദുൻ ദർസഹു എന്ന മുഹമ്മദ് അവൻ്റെ പാഠം പഠിക്കുന്നു. അപ്പോൾ ലമ്മ് എന്ന് കടന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ് നഫി ചെയ്യും. ആ പ്രവർത്തനം ഉണ്ടായിട്ടില്ല മാലിയിൽ എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ചിട്ടില്ല എന്നർത്ഥം കിട്ടും. അതുപോലെ തന്നെ ഫീൽ മുലാരി മജ്സൂമുമാണത് എന്നർത്ഥം. അതുപോലെ തന്നെ ലം യൻഖത്തി ലം യഖ്ബിലക അതുപോലെ തന്നെ. അതുപോലെ ലാ തഅക്കുൽ ലാ എന്നുള്ളത് എന്താണ് പറഞ്ഞത്? നീ നഹി ചെയ്യും എന്നാണ് പറഞ്ഞത്. ആ പ്രവർത്തനം ഉണ്ടാവലിനെ നഹി ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനം ഉണ്ടാകരുത് എന്ന് പറയും. അപ്പോൾ ലാ തഅക്കുൽ നീ തിന്നരുത്, വഅൻത ശബആൻ ഇവിടെ അതുപോലെ തന്നെ എന്ത് നീ തിന്നരുത് എന്ന് നഹി ചെയ്യുകയാണല്ലോ. അപ്പോൾ ലാ വന്നു. അപ്പോൾ ഫീൽ മുലാരി മജ്സൂമായി മാറി. അതന്നെ ലാ തുക്സിർ ലാ തുസ്രി ഇതൊക്കെ എന്താണ്? ചെയ്യലിനെ വിരോധിക്കുകയാണ്. പിന്നെ അടുത്ത് ഇന്ന് എന്നുള്ളതാണ്. ഇന്ന് എന്നുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി രണ്ട് ഫീൽ മുലാരിക്ക് ജസ്മ് ചെയ്യും. അതുപോലെ തന്നെ അതിലുള്ള ഒന്നാമത്തെ ഫീല് രണ്ടാമത്തെ ഫീൽ ഉണ്ടാവാനുള്ള ഷർത്തുമാണ്. പറയുമ്പോൾ ഇൻ തഫ്തഹ് നവാഫിദൽ ഹുജ്റത്തി നീ എന്താ പറയുക റൂമിൻ്റെ ജനലുകൾ തുറന്നാൽ യതജദ്ദദ ഹവാഉഹ അവിടുത്തെ കാറ്റ് നല്ല ശുദ്ധമാവും എന്നാണ് പറഞ്ഞത്. നന്നാവും, പുതിയതാവും എന്നാണ്. അപ്പോൾ ഇവിടെ ഇൻ രണ്ട് ഫിലുകൾ ജസ്മ തഫ്തഹ് യതജദ്ദദ് ഇതാണ് എന്ത്? രണ്ട് ഫിലുകൾക്ക് ജസ്മ ചെയ്തു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞത് ഒന്നാമത്തെ ഫിൽ രണ്ടാമത്തെ ഫിൽ ഉണ്ടാവാൻ ഷർത്താണ്. ജനാലകൾ തുറന്നാലേ എന്താവുള്ളൂ? റൂമിലെ വായു ശുദ്ധമാവുകയുള്ളൂ. അതിനെ ഷർത്ത് എന്ന് പറഞ്ഞത് അത് നിബന്ധനയാണ്. എന്ന് പറഞ്ഞാൽ വാതിലുകൾ തുറക്കണം, എന്നാൽ മാത്രമേ എന്താവുള്ളൂ? കാറ്റ് നന്നാവുകയുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ ഇൻ തജ്ലിസ് ഫിൽ മജ്റൽ ഹവായി തംറൽ എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ രണ്ട് ഫീൽ മുലാരിക്ക് ജസ്മ് ചെയ്തു. അതുപോലെ ഒന്നാമത്തെ ഫീലിന് ഇരിക്കുക എന്നുള്ളതാണ് രോഗമുണ്ടാവാനുള്ള കാരണം അഥവാ നിബന്ധന. അതന്നെ. പിന്നെ യുസാഫിർ അഹൂഖത്തു സാഫിർ നിൻ്റെ സുഹൃത്ത് യാത്ര പോവുക എന്നുള്ളതാണ് എന്ത്? നീ യാത്ര പോവുക എന്നുള്ളത് എനിക്കുള്ള നിബന്ധനയായിട്ട് പറഞ്ഞല്ലോ. മനസ്സിലാവുക. ഒന്നാമത്തെ ഫീൽ രണ്ടാമത്തെ ഫീൽ ഉണ്ടാവാനുള്ള നിബന്ധനയാണ്. അത് ഒന്നാമത്തെ ഫീൽ ഉണ്ടായാലേ രണ്ടാമത്തെ ഫീൽ ഉണ്ടാവുള്ളൂ എന്നർത്ഥത്തിനേക്കാണ്. അപ്പോൾ ഇന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഫീൽ മുലാരി മജ്സൂം എന്ന് പറഞ്ഞാൽ ലമ്മ ല ഇന്ന് ഇവകൾ ഫീൽ മുലാരിയുടെ മുമ്പിൽ വന്നാൽ അത് പിന്നെ ഫീൽ മുലാരി മജ്സൂമായി മാറും എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കായികകളും പറഞ്ഞു. പിന്നെ നമുക്ക് അടുത്ത പാഠം എന്തായിരുന്നു? അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഇറാബിൻ്റെ ഒരു ഭാഗം കൂടി നമ്മൾ നോക്കി പോവാം. ഇറാബ് ഇതാ ലം യുസാഫിർ ഫരീദുൻ. ലം എന്നുള്ള ഹർഫു നഫിയിൻ വ ജസ്മിൻ. ഹർഫു നഫിയിൻ വ ജസ്മിൻ അങ്ങനെ തന്നെ ഇതാണ് കേട്ടോ. ഹർഫു നഫിയിൻ വ ജസ്മിൻ. യുസാഫിർ എന്നുള്ള ഫീൽ മുലാരി മജ്സൂം, ഫരീദ് എന്നുള്ള ഫായിലും മർഫു.
പിന്നെ ഇൻ യസ്റ അലിയുൻ യഹ്സുദ് എന്നുള്ളത് ഇന്ന ഹർഫുൻ യജ്സിമുൽ ഫീലൈനി, അങ്ങനെ തന്നെ ഇന്ന ഹർഫ് യജ്സിമുൽ ഫീൽ, രണ്ട് ഫീലുകൾക്ക് ജസ്മ ചെയ്യുന്നതാണ്. യസ്റ ഫിൽ മുളാരി മജ്സൂം, അലിയു ഫായിൽ, യഹ്സുദ് ഫിൽ മുളാരി മജ്സൂമ തന്നെ. ഓക്കെ, ഒന്നാമത്തെ എന്താണ് ഷർത്തിൻ്റെ ഫീലാണ്, രണ്ടാമത്തെ ജവാബിൻ്റെ ഫിലുമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് പറയാനുള്ളത് റഫ്അൽ ഫീൽ മുളാരിയാണ്. റഫുൽ ഫീൽ മുളാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖായിദ യുർഫഉൽ ഫീൽ മുളാരി ഇദാ ലം തസ്ബിഖ് അദാത്തു മിൻ അദവാത്തിൻ നസ്ബി അവൽ ജസ്മി, ജസ്മിൻ്റെയോ നസ്ബിൻ്റെയോ ഹർഫുകൾ മുൻകടക്കാത്തപ്പോൾ ഫീൽ മുളാരി മർഫു ആയിരിക്കും. അത്രയേ ഉള്ളൂ, മനസ്സിലായല്ലോ. ഫീൽ മുളാരി മർഫു ആയിരിക്കും. ഈ നസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ ഹർഫുകൾ വന്നില്ല എങ്കിൽ ഫീൽ മുളാരി മർഫു ആയിട്ട് മാറും. ഓക്കെ, സാധാരണ നമ്മൾ പറയുന്ന പോലെ ഫീൽ മുളാരി മർഫു, യഫ്അലു, യൻസുറു ഒക്കെ പറയില്ല, അതിന് തത്തീറു, യഊദു, ഇവിടെകളൊക്കെ ഇങ്ങനെ ലൊമ്മ് കൊടുക്കാനുള്ള കാരണം എന്തതിന് മുമ്പിൽ നസ്ബിൻ്റെയോ ജസ്മിൻ്റെയോ ഹർഫുകൾ അദാത്തുകൾ വന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അദാത്താണ് അടയാളം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അതിൻ്റെ സാമഗ്രി എന്നൊക്കെ അർത്ഥത്തിന്. അപ്പോൾ അതിൻ്റെ ഹർഫുകൾ എന്ന അർത്ഥത്തിനേക്കാണ് അദാത്ത് വന്നത്. അപ്പോൾ ഈ മൂന്ന് പാഠങ്ങളും കമ്പയർ ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടേയിരിക്കുക. അസ്സലാമു അലൈക്കും.